വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയതിന് പോലീസിന് ഷോക്കോസ് നോട്ടീസ്. തൃശൂരിലെ KSU നേതാക്കളെയാണ് വടക്കാഞ്ചേരി പോലീസ് മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയത്. SFI പ്രവർത്തകരുമായുള്ള സംഘർഷത്തിൽ ഗണേശ് ആറ്റൂർ, അലമീൻ, അസ്ലം KA എന്നിവരാണ് അറസ്റ്റിലായത്. വിദ്യാർത്ഥികളെ കറുത്ത മാസ്കും കൈവിലങ്ങും അണിയിച്ച് കൊണ്ടുവന്നത് എന്തിനാണെന്ന് വടക്കാഞ്ചേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ചോദിച്ചു. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നടരാജ്, ഇത് തന്നെയാണ്, എന്തിന് വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ കൈവിലങ്ങും മാസ്കും ഒക്കെ അണിയിച്ചു കൊണ്ടുവന്നു എന്ന് തന്നെയാണ് ജനത്തിനും അറിയേണ്ടത്. വിവരങ്ങൾ എങ്ങനെ? ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിലാണ് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ അറസ്റ്റിലായത്. തൃശ്ശൂരിലെ KSU നേതാക്കളെയാണ് വടക്കാഞ്ചേരി പോലീസ് ഇത്തരത്തിൽ മുഖം മൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയത്. SFI പ്രവർത്തകരുമായുള്ള സംഘർഷം അസ്ലം KA എന്നിവരെയാണ് കേസിൽ അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് നിന്നും അറസ്റ്റായി ഇവരെ ഇന്ന് രാവിലെ വടക്കാഞ്ചേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഇവർ ഹാജരാക്കിയ സംഭവത്തിൽ കോടതി ഞെട്ടൽ രേഖപ്പെടുത്തി. KSU പ്രവർത്തകരും മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ എത്തിച്ച സംഭവം എന്തിനാണ് ഇത്തരത്തിൽ ചെയ്തതെന്ന് വടക്കാഞ്ചേരി SHO ഷാജഹാന് ഷോക്കോസ് നോട്ടീസ് കോടതി അയക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയാണ് വിദ്യാർത്ഥികളെ കറുത്ത മാസ്കും കൈവിലങ്ങും ഇട്ടുകൊണ്ട് വന്നത് എന്ന് കോടതി ചോദിച്ചു. തിങ്കളാഴ്ച SHO നേരിട്ട് കോടതിയിൽ ഹാജരായി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ പ്രകടിപ്പിച്ചിട്ടുള്ളത്. തങ്ങളുടെ നേതാക്കളെ, വിദ്യാർത്ഥി നേതാക്കളെ ഭീകരരെ പോലെ കൈകാര്യം ചെയ്ത് എന്തിനാണ് എന്ന ചോദ്യം കോൺഗ്രസ് ചോദിക്കുന്നുണ്ട്. നേരത്തെ തന്നെ കസ്റ്റഡി മർദ്ദനങ്ങളുടെ നിരവധി വിവരങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വന്നപ്പോഴൊക്കെ തന്നെ വലിയ പ്രക്ഷോഭമാണ് കോൺഗ്രസും KSU ഒക്കെ തന്നെ നടത്തിയത്. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂര് സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിലാണ്. തന്റെ ദേഹത്തൂടെ പോലീസ് ജീപ്പ് കയറ്റി ഇറക്കി എന്നുള്ള ആരോപണം അപ്പം തന്നെ ഗോകുൽ ഗുരുവായൂർ ഉന്നയിച്ചതുമാണ്. കോൺഗ്രസ് നേതാക്കളെ ഇത്രയും മൃഗീയമായ രീതിയിൽ എന്തുകൊണ്ടാണ് പോലീസ് കൈകാര്യം ചെയ്തത് എന്ന ചോദ്യം കോൺഗ്രസ് നേരത്തെ തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യത്തിലേക്ക് തുടർ സമര പരിപാടികളിലേക്ക് നീങ്ങാനും കോൺഗ്രസിന്റെ പദ്ധതിയുണ്ട്. അല്പസമയത്തിനകം DCC പ്രസിഡന്റ് മാധ്യമങ്ങളെ കണ്ട് തുടർ പരിപാടികൾ വിശദീകരിക്കും.